ക്രിസ്തുവിനെ നോക്കി ജീവിച്ച പ്രകാശത്തിൻ്റെ സാക്ഷി എന്നറിയപ്പെടുന്ന വിശുദ്ധ അസീസിയിലെ ക്ലാര. ഓഗസ്റ്റ് 11 തിരുസഭ വിശുദ്ധ ക്ലാരയുടെ തിരുനാളാണ് ആഘോഷിക്കുക. 1194 അസീസിയിൽ ജനിച്ച ക്ലാര സമ്പത്തും സൗകര്യങ്ങളും ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ തൻ്റെ ജീവിതത്തിൻ്റെ ഏക സമ്പത്തായി മാറ്റിയ വിശുദ്ധയാണ്. അവളുടെ ജീവിതത്തെ മനസ്സിലാക്കാൻ ഒരു വാക്ക് മതി: ലോകത്തിൻ്റെ പ്രകാശത്തേക്കാൾ ക്രിസ്തുവിൻ്റെ പ്രകാശം തിരഞ്ഞെടുക്കുക എന്ന്. സമ്പത്ത് ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ തിരഞ്ഞെടുത്ത പെൺകുട്ടിയാണ് വിശുദ്ധ ക്ലാര. ക്ലാര സമ്പന്നമായ കുടുംബത്തിലാണ് ജനിച്ചത്. എന്നാൽ അവളുടെ ഹൃദയം ലോകസമ്പത്തിൽ തൃപ്തിപ്പെട്ടില്ല. അവൾ തിരിച്ചറിഞ്ഞു, എനിക്ക് എല്ലാം ഉണ്ടായിരുന്നിട്ടും ക്രിസ്തുവില്ലെങ്കിൽ ഞാൻ ദരിദ്രയാണ്. ഒന്നുമില്ലെങ്കിലും ക്രിസ്തു എൻ്റേതാണെങ്കിൽ ഞാൻ സമ്പന്നയാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതം ക്ലാരയെ ആഴത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ചെറുപ്പത്തിൽ തന്നെ അവൾ ദൈവത്തിന് തൻ്റെ ജീവിതം സമർപ്പിച്ചു. അങ്ങനെ പുവർ ക്ലേഴ്സ്, ക്ലാരയുടെ ദരിദ്ര സഹോദരിമാരുടെ സമൂഹത്തിന് തുടക്കമായി. ദാരിദ്ര്യം ക്ലാരയുടെ ശക്തിയായിരുന്നു. ക്ലാരയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത ദാരിദ്ര്യത്തെ ക്രിസ്തുവിനോടുള്ള സ്നേഹമായി സ്വീകരിച്ചതാണ്. അവൾ ദാരിദ്ര്യത്തെ വെറുമൊരു കുറവായി കണ്ടില്ല. അവളുടെ ജീവിതം നമ്മോട് പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്: എല്ലാം ഉപേക്ഷിച്ചാൽ നമുക്ക് ഒന്നും ഉണ്ടാകില്ല എന്നല്ല, ക്രിസ്തുവിനെ സ്വന്തമാക്കിയാൽ എല്ലാം ലഭിക്കുമെന്നാണ്. ഇന്നത്തെ ലോകത്തിന് നാം പലപ്പോഴും ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്: എനിക്ക് എന്ത് കിട്ടുമെന്നാണ് പലരും പലപ്പോഴും ചോദിക്കുക. പക്ഷേ ക്ലാര നമ്മോട് ചോദിക്കുന്നുണ്ട്: എനിക്ക് ക്രിസ്തുവിനെ നഷ്ടപ്പെടാതിരിക്കാൻ എന്താണ് ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നത് എന്നാണ്. വിശുദ്ധ ക്ലാരയുടെ രൂപങ്ങളിലും ചിത്രങ്ങളിലും കാണുന്ന പ്രത്യേകത ഒരുപാടുണ്ട്. ഒന്നാമതായിട്ട് വിശുദ്ധ ക്ലാര ദിവ്യകാരുണ്യത്തെ കൈപ്പിടിച്ചിട്ടാണ് നിൽക്കുക. അതിൻ്റെ പിന്നിൽ പ്രശസ്തമായ ഒരു സംഭവമുണ്ട്. അസീസിയിൽ സാൻ ഡാമിയാനോ ആശ്രമം ആക്രമിക്കപ്പെടുമെന്ന ഭീഷണി ഉണ്ടായപ്പോൾ ക്ലാര ദിവ്യകാരുണ്യത്തെ എടുത്ത് വിശ്വാസത്തെ പ്രാർത്ഥിച്ചുവെന്നാണ് പാരമ്പര്യം പറയുന്നത്. ആക്രമണത്തിൽ നിന്നും ആശ്രമം സംരക്ഷിക്കപ്പെട്ടതായി വിശ്വാസം തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ക്ലാരയുടെ രൂപത്തിൽ ദിവ്യകാരുണ്യത്തിൻ്റെ പ്രതീകം കാണുന്നത്. പിന്നെയുള്ളത് ഫ്രാൻസിസ്കൻ വസ്ത്രമാണ്. അവൾ ധരിച്ചിരിക്കുന്ന ലളിതമായ വസ്ത്രം അവളുടെ ദാരിദ്ര്യത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും അടയാളമാണ്. വിലയേറിയ വസ്ത്രങ്ങളല്ല അവളുടെ മഹത്വം, ക്രിസ്തുവിനെ ധരിച്ച ജീവിതമാണ് അവളുടെ മഹത്വം. മൂന്നാമതായിട്ട് വിളക്ക്. ചില ചിത്രങ്ങളിൽ ക്ലാരയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് പ്രകാശത്തിൻ്റെ പ്രതീകങ്ങളും കാണാം. ക്ലാര എന്ന പേര് തന്നെ പ്രകാശം, തെളിച്ചം എന്നീ അർത്ഥങ്ങൾ ഉൾക്കൊണ്ട് കിടക്കുന്നു. അവളുടെ ജീവിതം നമ്മോട് പറഞ്ഞു വയ്ക്കുന്നുണ്ട്: നമ്മുടെ ജീവിതം മറ്റുള്ളവർക്കും ക്രിസ്തുവിലേക്കുമുള്ള വഴികാട്ടിയായ പ്രകാശമായിരിക്കട്ടെ എന്ന്. നാലാമതായിട്ട് കിരീടം. അത് രാജകീയ ജീവിതത്തെ സൂചിപ്പിക്കുന്നതല്ല, വിശുദ്ധിയുടെ കിരീടമാണത്. ലോകത്തിൻ്റെ കിരീടം ഉപേക്ഷിച്ച് ക്രിസ്തുവിൻ്റെ കുരിശ് സ്വീകരിച്ചവൾക്ക് തിരുസഭ നൽകിയ ആത്മീയ ബഹുമതിയുടെ പ്രതീകമാണ്. ഇന്നത്തെ കുടുംബങ്ങൾക്ക് വിശുദ്ധ ക്ലാര നൽകുന്ന ഒരു സന്ദേശമുണ്ട്. ക്ലാരയുടെ ജീവിതം 13-ാം നൂറ്റാണ്ടിൽ അവസാനിച്ച ഒരു കഥയല്ല. ഇന്നും അവൾ നമ്മോട് സംസാരിക്കുന്നുണ്ട്. നമ്മുടെ മാതാപിതാക്കളോട് മക്കൾക്ക് ലോകജീവിതം മാത്രം പഠിപ്പിക്കരുത്, ദൈവത്തെ സ്നേഹിക്കാനും പഠിപ്പിക്കുക. നമ്മുടെ യുവാക്കളോട് അവൾ പറയുന്നുണ്ട്: ലോകം പറയുന്ന വിജയത്തിൻ്റെ പിന്നാലെ മാത്രം ഓടരുത്, നിങ്ങളുടെ ജീവിതത്തിന് ദൈവം നൽകിയ വിളി എന്താണെന്ന് അന്വേഷിക്കണമെന്ന്. കുടുംബങ്ങളോട് അവൾ പറയുന്നുണ്ട്: വീട്ടിൽ സാധനങ്ങൾ കൂടുതലായിരിക്കാം, എന്നാൽ പ്രാർത്ഥന കുറയരുതെന്ന്. ദിവ്യകാരുണ്യത്തെ സ്നേഹിക്കുന്നവരോട് അവൾ പറയുന്നു: ക്ലാരയെ പോലെ യേശുവിൻ്റെ സന്നിധിയിൽ സമയം ചെലവഴിക്കുക. കാരണം നമ്മെ മാറ്റുന്നത് യേശുവിൻ്റെ സാന്നിധ്യമാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ക്ലാരയുടെ ജീവിതം നമ്മോട് ഒരു വലിയ ചോദ്യം ചോദിക്കുന്നുണ്ട്: എൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രം എന്താണെന്ന്? സമ്പത്താണോ, പ്രശസ്തിയാണോ, മറ്റുള്ളവരുടെ അംഗീകാരമാണോ, അതോ യേശു ക്രിസ്തുവാണോ? ക്ലാരയ്ക്ക് ഉത്തരം
അത് വ്യക്തമായിരുന്നു, എല്ലാം എൻ്റെ ക്രിസ്തുവായിരുന്നു എന്നാണ്. ഇന്ന് നമുക്കും ഒന്ന് ചേർന്ന് വിശുദ്ധ ക്ലാരയെ വിളിച്ച് പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ ശബ്ദങ്ങൾക്കിടയിലും യേശുവിൻ്റെ ശബ്ദം കേൾക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന്. സമ്പത്തിനേക്കാൾ ലാളിത്യം, ഭയത്തേക്കാൾ വിശ്വാസം, സാർത്ഥതയ്ക്ക് പകരം സ്നേഹം, ഇരുട്ടിന് പകരം ക്രിസ്തുവിൻ്റെ പ്രകാശം തിരഞ്ഞെടുക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന്. നമുക്കും വിശുദ്ധ ക്ലാരയെ പോലെ ക്രിസ്തുവിൻ്റെ ജീവിതത്തെ മുറുകെ പിടിച്ച് ക്രിസ്തുവിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വയ്ക്കുന്ന വ്യക്തികളായിട്ട് മാറാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.